Hi children, today we are discussing the similarity of triangles. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. യെസ്, അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അതോടൊപ്പം കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഓക്കെ, ഇതാണ് നമ്മൾ ട്രയാങ്കിൾസിന്റെ സിമിലാരിറ്റിയെ സംബന്ധിച്ച് പഠിച്ചിരിക്കുന്നത്. ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾസിനെ നോക്കിക്കേ, ആംഗിൾ എയും ആംഗിൾ ഡിയും സെയിം ആണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി ആണ് അല്ലെ. ഇനി ആംഗിൾ ബിയും ആംഗിൾ ഇയും ഈക്വൽ ആണ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ. ആംഗിൾ സി ആൻഡ് ആംഗിൾ എഫ് ആർ ഈക്വൽ. ആംഗിൾ സിയും ആംഗിൾ എഫും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് നോക്കാം. നോക്കിക്കേ, ആംഗിൾ എയും ഡിയും ആണ് ഈക്വൽ. എ എന്ന് പറയുന്ന ആംഗിളും ഡി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പം എയുടെയും ഡിയുടെയും ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിന്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ബി സി, ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇ എഫ്. അപ്പൊ നമുക്ക് എഴുതാം ബി സി ബൈ EF എന്ന് എഴുതാൻ പറ്റും. BC by EF that is equal to angle B and angle E. Then the opposite side of angle B. What is the opposite side of angle B? Yes, that is AC. Angle E DF. അപ്പോൾ നമുക്ക് എഴുതാം AC by DF എന്ന് എഴുതാം. ഓക്കെ, ഇനി ആംഗിൾ സിയും ആംഗിൾ എഫും. The opposite side of angle C is AB. Opposite side of angle F is DE. So we have to write AB by DE. Okay, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് സെയിം ആണ്, അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും സെയിം ആണ് കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് കോൺഗ്രുവന്റ് ആണെന്നാണ് അല്ലെ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സിമിലർ ആണെന്നാണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് പ്രപ്പോർഷൻ ആയിരിക്കണം. സൈഡ്സ് ഈക്വൽ അല്ല, സൈഡ്സ് ആർ പ്രപ്പോർഷൻ, അല്ലെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയിരിക്കണം. ആംഗിൾസ് ഈക്വലും വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് കോൺഗ്രുവൻസിക്കകത്ത് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു അല്ലെ, കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചു. എന്ന് പറയുന്ന പോലെ സിമിലാരിറ്റിക്കകത്ത് നമുക്കൊരു 4 ക്രൈറ്റീരിയകളുണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് SSS സിമിലാരിറ്റി ക്രൈറ്റീരിയ. SSS മീൻസ് സൈഡ് 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 ക്രൈറ്റീരിയ. അവിടെ കോൺഗ്രുവൻസ് ആണെങ്കിൽ ഇവിടെ അതിന് പകരം സിമിലാരിറ്റി ആണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്കത് എന്താ നോക്കാം. When the corresponding sides of any two triangles are in the same ratio, അതായത് ഒരു രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്, then their corresponding angles will be equal. അതോടൊപ്പം അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ and hence the two triangles are similar. എങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് പ്രപ്പോർഷൻ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. കോൺഗ്രുവന്റ് അല്ല, സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നോക്കി ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, എ ബി സിയും പി ക്യു ആറും. നോക്കിക്കേ, ഇവിടെ ഞാൻ കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കുന്നത് എ ബിയും പി ക്യൂവുമാണ്. നോക്കിക്കേ, എ ബി ബൈ പി ക്യൂ. എ ബി ബൈ പി ക്യൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എ ബി എന്ന് പറഞ്ഞാൽ 10 ആണ്, പി ക്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ബി സിയും പി ആറും എടുത്തു. ബി സി ബൈ പി ആർ. ഓക്കെ, ബി സി 8 ആണ്, പി ആർ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി ഞാൻ എടുക്കുന്നു എ സി ആൻഡ് ആർ ക്യൂ. എ സി ഈസ് 6, ആർ ക്യൂ ഈസ് 3, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് കിട്ടി കറസ്പോണ്ടിങ് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് നോക്കാം. ഓക്കെ, എ ബി ബൈ പി ക്യൂ ആണ് കിടക്കുന്നത് അല്ലെ. അപ്പം എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സി ആണ്.
പി ക്യൂവിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് ആറാണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എ. അതുപോലെ തന്നെ പി ആറിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ക്യൂ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്കി എ സി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ബി കിടക്കുന്നത്. ആർ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആണ് പി കിടക്കുന്നത്. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് പ്രപ്പോർഷൻ ആണ്, അല്ലെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്. അതോടൊപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്. അതോടൊപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസും സെയിം ആണ്. അപ്പൊ നമ്മുടെ SSS ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സിമിലാരിറ്റി ക്രൈറ്റീരിയ ആണ് AAA, that is angle 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 similarity criterion. അതെന്താന്ന് നോക്കാം. പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ്, അവിടെ നമ്മൾ പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ്, മറ്റൊരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ്, അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് എനി 2 triangles are equal, then their corresponding sides will be in the same ratio and hence the 2 triangles are similar. അതായത് രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണ് എങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ എക്സാമ്പിൾ തന്നേക്കുന്നത് എ ബി സിയും പി ക്യു ആറും. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 50 ആണ് അല്ലെ. ഈ 50 ഡിഗ്രി വരുന്ന ആംഗിൾ ഏതാണ് ഇവിടെ പി ക്യു ആറില്? യെസ്, ആംഗിൾ ആർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ പി ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. അല്ലാതെ ഇത് ഒരു പൊസിഷനിൽ സെയിം പൊസിഷനിൽ വരണമെന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ ആംഗിൾ 50, ആ 50 ഡിഗ്രി തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് 50 ഡിഗ്രി ആംഗിൾ വരുന്ന പി ക്യു ആറില് ആറാണ്. അപ്പൊ ആംഗിൾ പിയും ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണ്. നിങ്ങൾക്ക് ആംഗിൾ ബിയും ആംഗിൾ പിയും ഈക്വൽ ആണ്. ദാറ്റ് ടു ആംഗിൾസ് ആർ 70 ഡിഗ്രി. ഓക്കെ, so angle B equal to angle P, then angle C equal to angle Q എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് നോക്കാം. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ബി സി ആണ്, ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് പി ക്യു ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബി സി ബൈ പി ക്യു, ബി സി ബൈ പി ക്യു ഈക്വൽ ടു ബി. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് എ സി ആണ്, പിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ക്യു ആർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം എ സി ബൈ ക്യു ആർ. ഇനി ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് എ ബി ആണ്, ക്യൂവിന്റെ ഓപ്പോസിറ്റ് പി ആർ ആണ്. അപ്പം എ ബി ബൈ പി ആർ എന്ന് നമുക്ക് കിട്ടും. അപ്പം ഈ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. Then their corresponding sides are in the same ratio. So these two triangles are similar. So we have to write triangle ABC similar to triangle PQR. ഏത് ക്രൈറ്റീരിയ വെച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്? യെസ്, എ വെച്ചാണ് നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി എ ക്രൈറ്റീരിയ ചിലപ്പോൾ നമ്മൾ എ എന്ന് മാത്രം എഴുതും. എ അതായത് 3 ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിലും, 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് ചിലപ്പം 2 ആംഗിൾസ് ഈക്വലിനെ കാണിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അന്നേരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് എ ക്രൈറ്റീരിയൻ. അപ്പൊ ഓർത്തോണം, ചിലപ്പം ചില ക്വസ്റ്റിനകത്ത് നമുക്ക് 2 ആംഗിൾസ് ആണ് ഈക്വൽ ആണെന്ന് പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ച് സിമിലർ ആണെന്ന് എഴുതണം? യെസ്, എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് സിമിലർ ആണെന്ന് എഴുതണം. 3 ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 3 അതായത് എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് പറയും. 2 എണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് എ ക്രൈറ്റീരിയനും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ഇഫ് 2 ആംഗിൾസ് ഓഫ് 1 ട്രയാങ്കിൾ ആർ, if two angles of one triangle are equal to, if two angles of
one triangle are equal to two angles of another triangle. Two angles of another triangle. Then the two triangles are similar. Then the two triangles are similar. Okay, അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഇത് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് തരികയാണെങ്കിൽ നമുക്ക് ഒരു ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബി സിയും പി ക്യു ആറും തന്നിട്ടുണ്ട്. നോക്കിക്കേ, എ ബി സിയില് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 60 ആണ്, ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 50 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ആംഗിൾ പി ക്യു ആറില് ആംഗിൾ പി 50യും ആംഗിൾ ക്യു 60യുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുള്ളൂ അല്ലെ. നമുക്ക് അറിയാം രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ് തമ്മിലും ഈക്വൽ ആണ്. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്, അടുത്ത് കിട്ടുന്ന ആൾക്കാരും ഈക്വൽ തന്നെ വരുവുള്ളൂ അല്ലെ. പക്ഷെ നമ്മുടെ ക്വസ്റ്റിനില് രണ്ടെണ്ണേ തന്നിട്ടുള്ളെങ്കിലും നമുക്ക് ഈ എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയാലും അപ്പം എ ക്രൈറ്റീരിയൻ ഉണ്ട്, അതുപോലെ തന്നെ എ ക്രൈറ്റീരിയയും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ക്രൈറ്റീരിയനും ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്രൈറ്റീരിയ നോക്കിക്കേ, SAS, ദാറ്റ് ഈസ് സൈഡ് ആംഗിൾ സൈഡ്. സൈഡ് ആംഗിൾ സൈഡ് അത് പറയുമ്പോൾ തന്നെ ഓർത്തോണം ഈ രണ്ട് സൈഡിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്ന് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, ഇതാണ് തിയറം. when one angle of a triangle is equal to one angle of another triangle. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിള് മറ്റൊരു ട്രയാങ്കിളിന്റെ ആംഗിളിനോട് ഈക്വൽ ആണെങ്കിൽ and the sides including these angles are, അതായത് ഈ ആംഗിൾസിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈഡ്സ്, അതായത് ആ ആംഗിൾസ് ഇടയ്ക്ക് വരത്തക്ക രീതിയിലുള്ള സൈഡ്സിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. then the triangles are similar. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ ഈക്വൽ ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സൈഡ്സ്, അതായത് നടുക്ക് ആ ആംഗിൾ വരണം, അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന സൈഡ്സും ആയിരിക്കണം സെയിം റേഷ്യോയിൽ വരേണ്ടത്. നോക്കിക്കേ, ഇവിടെ നോക്കിയാൽ ആംഗിൾ ബിയും ആംഗിൾ ആറും ആണ് സെയിം ആയിട്ട് തന്നിരിക്കുന്നത് അല്ലെ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി അല്ലെ. ആംഗിൾ ബിയും ആംഗിൾ ആറും ആണ് 70 ഡിഗ്രി തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സൈഡ്സ് നോക്കാം. നോക്കിക്കേ, എ ബിയും ക്യു ആറും അല്ലെ. എ ബി ബൈ ക്യു ആർ നമുക്ക് എടുക്കാം. എ ബി ബൈ ക്യു ആർ. വാട്ട് ഈസ് എ ബി ബൈ ക്യു ആർ? എ ബി ഈസ് 8 സെന്റിമീറ്റർ, ക്യു ആർ ഈസ് 4 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ബി സി എന്ന് പറയുന്ന സൈഡാണ് നമുക്ക് അടുത്ത ആ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സൈഡ്. ബി സിയും പി ആറും ആണ്. അപ്പൊ നമുക്ക് എഴുതാം ബി സി ബൈ പി ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള രണ്ട് സൈഡ്സ് ആണ് നമ്മളിപ്പം സൈഡ്സിന്റെ റേഷ്യോ ആണ് നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത് അല്ലെ. അതായത് ആംഗിൾ ബി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സൈഡ്സ് ആണ് എ ബിയും ബി സിയും. ആർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ് പി ആറും ക്യു ആറും. ഇത് തമ്മിൽ ഇവയുടെ റേഷ്യോ നമുക്ക് സെയിം ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമ്മളിപ്പോ 4 ക്രൈറ്റീരിയ പഠിച്ചു. എസ്, പിന്നെ നമ്മൾ പഠിച്ചത് എ, then എ ക്രൈറ്റീരിയൻ, then എസ് ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പൊ 4 ക്രൈറ്റീരിയ ആണ് നമുക്ക് സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള 4 ക്രൈറ്റീരിയാസ്. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക, ഡെഫിനിഷൻസ് അതുപോലെ ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് നന്നായിട്ട് ക്ലിയർ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം. നോക്കിയ എക്സസൈസ് 6.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് കുറച്ച് ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ പെയർ നോക്കുക, അത് സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമിലർ ആണെങ്കിൽ ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് അത് സിമിലർ ട്രയാങ്കിൾ ആയത് എന്നും കൂടി അവിടെ എഴുതുകയും വേണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിരിക്കുന്നു. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. നമ്മൾ പഠിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ച്
ഇത് സിമിലർ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് എടുക്കാം ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR അല്ലെ, ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ പി എന്ന് പറയുന്നതും സെയിം ആണ് അല്ലെ, രണ്ടു പേരും 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി നോക്കിക്കേ, ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും രണ്ടു പേരും 80 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു 80 ഡിഗ്രി. Then angle C 40 degree, angle R 40 degree. So we have to write angle C equal to angle R equal to 40 degree എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്കിത് സിമിലർ ആണ് എന്ന് പറയാൻ പറ്റും? യെസ്, എ ക്രൈറ്റീരിയൻ അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസിന് ഈക്വൽ ആണ്. സോ എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ, ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഏത് ക്രൈറ്റീരിയ ആണെന്ന്. ബൈ യൂസിങ് എ ക്രൈറ്റീരിയൻ അല്ലെ, എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയൻ എ ആണ്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഇവിടെ ആംഗിൾസ് എല്ലാം സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, then second question നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ABCയും PQRും. ഇവിടെ നമുക്ക് ആംഗിൾസ് അല്ല തന്നിരിക്കുന്നത്, പിന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? സൈഡ്സിന്റെ മെഷർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ട്രയാങ്കിൾ ABC നോക്കിക്കേ, AB 2 ആണ്, BC 2.5, AC 3. അപ്പൊ നമുക്ക് നോക്കാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏകദേശം ഈക്വൽ വരുന്ന സൈഡ്സ് നോക്കിക്കേ. 2ന്റെ ഡബിൾ ആണ് 4 വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ABയും QRും കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഇനി BCയുടെ ഡബിൾ ആണ് PR എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് BCയും PRും കൂടെ എഴുതാം. then ACയും PQവും കൂടെ എടുക്കാം. നോക്കിക്കേ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് AB by PQ എടുക്കാം. AB by PQ, AB എന്ന് പറഞ്ഞാൽ 2 ആണ്, AB by QR എന്ന് എടുക്കാം. AB by QR, കാരണം ABയുടെ ഡബിൾ വന്നിരിക്കുന്നത് QR ആണ്. അപ്പൊ ഇതെല്ലാം ഓരോന്നും ഡബിൾ ആണ് കിടക്കുന്നത്. 2.5ന്റെ ആണ് 5, 3യുടെ ആണ് 6. അപ്പൊ അത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അല്ലാണ്ട് ഇന്ന പൊസിഷനിൽ കിടക്കണമെന്ന് നമുക്കില്ല. AB by QR എടുത്ത് 2/4 that is equal to 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിയേ, BCയും BC by PR എടുത്തു. BC എന്ന് പറഞ്ഞാൽ 2.5 ആണ്, PR എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. ഇത് നമ്മള് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 25/50 എന്ന് കിട്ടും അല്ലെ. 25/50 എന്ന് കിട്ടും. അപ്പൊ 25/50 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് ACയും PQ എടുത്തു. AC 3 ആണ്, 3/6, 1/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കിയേ, AB by QR equals BC by PR equals AC by PQ എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടിയത് കൊണ്ട്, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയതുകൊണ്ട്, ഈക്വൽ അല്ല, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ് എന്ന് നമുക്ക് കിട്ടിയത് കൊണ്ട് ഏത് ക്രൈറ്റീരിയ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം? യെസ് ക്രൈറ്റീരിയ അല്ലെ. ബൈ യൂസിങ് SSS criteria, then triangle ABC
സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾസ് അല്ല സൈഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എൽ എം പി ഡി ഇ എഫ്. ഓക്കെ, എൽ എം പിയും ഡി ഇ എഫും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം ട്രയാങ്കിൾ എൽ എം പി ആൻഡ് ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് എഴുതാം. ഇൻ ട്രയാങ്കിൾ എൽ എം പി ആൻഡ് ട്രയാങ്കിൾ ഡി ഇ എഫ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് എം പി എന്ന് പറയുന്നത് 2 ആണ്. നോക്കിയേ, ഡി ഇ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ. അപ്പൊ അത് നോക്കിയേ, അത് ഇതിന്റെ ഡബിൾ ആണ്, 2ന്റെ ഡബിൾ ആണ് 4 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് രണ്ടും റേഷ്യോ കാണാനായിട്ട് എടുക്കാം. എം പി ബൈ ഡി ഇ എടുക്കാം. എം പി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്, നമുക്ക് 1/2 കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ എൽ പി 3 ആണ്, ഡി എഫ് 6 ആണ്. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് എടുക്കാം. അതായത് ഡി എൽ പി ബൈ ഡി എഫ് എടുത്തു. എൽ പി എന്ന് പറഞ്ഞാൽ 3, ഡി എഫ് എന്ന് പറഞ്ഞാൽ 6, നമുക്ക് 1/2 കിട്ടി. ഇനി നോക്കിക്കേ, ഇനി അടുത്ത നമുക്ക് കിടക്കുന്ന ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എൽ എമ്മും ഇ എഫും ആണ് അല്ലെ. അപ്പൊ നമുക്ക് എൽ എം ബൈ ഇ എഫ് നോക്കാം. എൽ എം എന്ന് പറഞ്ഞാൽ 2.7 ആണ്, ഇ എഫ് എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് 1/2 ആണോ വരുന്നത്? അല്ല, 1/2 കിട്ടില്ല. കാരണം ഇവിടെ 27/5 ആണ്. ഇത് നമുക്ക് ഒരിക്കലും 1/2 കിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ എം പി ബൈ ഡി ഈക്വൽ ടു എൽ പി ബൈ ഡി എഫ് കിട്ടി. പക്ഷെ മൂന്നാമത്തെ സൈഡിന്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എഴുതാം എം പി ബൈ ഡി ഈക്വൽ ടു എൽ പി ബൈ ഡി എഫ് നോട്ട് ഈക്വൽ ടു എൽ എം ബൈ ഇ എഫ്. അപ്പൊ മൂന്ന് സൈഡിന്റെയും റേഷ്യോ സെയിം ആണെങ്കിൽ നമുക്കിത് സിമിലർ ആണെന്ന് പറയാമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ 2 സൈഡ്സ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സൈഡ് എടുക്കുമ്പോൾ റേഷ്യോ സെയിം അല്ല വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആണോ? നോ, ദീസ് 2 ട്രയാങ്കിൾസ് ആർ നോട്ട് സിമിലർ. അതുകൊണ്ട് ഇത് സിമിലർ അല്ല എന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് ഒരു ക്രൈറ്റീരിയ പോലും ഇവിടെ യൂസ് ചെയ്യാനായിട്ട് ഇല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ഒ ഡി സി സിമിലർ ടു ട്രയാങ്കിൾ ഒ ബി എ. ട്രയാങ്കിൾ ഒ ഡി സി, ഒ ഇവിടെയുണ്ട്, ഒ ഡി സിയും ഒ ബി എയും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആംഗിൾ ബി ഒ സി 125 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി ഡി ഒ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് ആംഗിൾ ഡി ഒ സി കണ്ടുപിടിക്കണം, ഡി ഒ സി കണ്ടുപിടിക്കണം, ഡി സി ഒ കണ്ടുപിടിക്കണം, ഒ എ ബി കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നമുക്കിവിടെ 125 തന്നിട്ടുണ്ട് അല്ലെ. ബി ഒ സി 125 തന്നിട്ടുണ്ട്. ഈ ബി ഒ സി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ബി ഒ സി എന്ന് പറയുമ്പം ഇവിടെ നോക്കിയേ, ഇതൊരു ലീനിയർ പെയർ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇതൊരു ലീനിയർ പെയർ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഒരു ലൈൻ സെഗ്മെന്റിലേക്ക് ഒരു റേ വന്ന് വീഴുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു ലീനിയർ പെയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ലീനിയർ പെയറിന്റെ ആംഗിൾ ഓഫ് മെഷർ എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? യെസ്, 180 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഇത്രയും പോർഷൻസ് 125 ആണെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, 180 മൈനസ് 125. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡി ഒ സി കിട്ടും, ഡി ഒ സി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതാം, ആംഗിൾ ഡി ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. റീസൺ എന്താണ് അത് 180 ഡിഗ്രി ആകാനായിട്ടുള്ളത്? യെസ്, അത് ലീനിയർ പെയർ ആണ്. അവർ രണ്ടുപേരും ലീനിയർ പെയറിൽ വരുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ആംഗിൾ സി ഒ ബി അറിയാം, 125 ഡിഗ്രി എന്ന് അറിയാം അല്ലെ. അപ്പം ആംഗിൾ ഡി ഒ സി പ്ലസ് 125 ഈക്വൽ ടു 180 ആണ്. ആംഗിൾ ഡി ഒ സി കണ്ടുപിടിക്കാൻ 180 മൈനസ് 125 ചെയ്താൽ മതി. 180 മൈനസ് 125 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 55 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ആംഗിൾ ഡി ഒ സി ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് കിട്ടി, ഇത് 55 ആണ്. ഇനി ആംഗിൾ ഡി സി ഒ പറഞ്ഞിട്ടുണ്ട്, ഡി സി ഒ നോക്കിയേ, ആ ട്രയാങ്കിൾ ഡി ഒ സി എന്ന് ഈ ഡി ഒ സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിൾ
DOC നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിന്റെയും സം എത്ര ഡിഗ്രിയാണ്? യെസ്, 180 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഡി അറിയാം, ഒ അറിയാം, സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ. നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച്, അതായത് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിന്റെയും കൂടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്കിവിടെ ഡി അറിയാം, ഒ അറിയാം. ഡി എന്ന് പറഞ്ഞാൽ 70 ആണ്, ഒ എന്ന് പറഞ്ഞാൽ 55 ആണ്, പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി കണ്ടുപിടിക്കാൻ 180 മൈനസ് 70 പ്ലസ് 55, 70 പ്ലസ് 55 125 ആണ്. അപ്പൊ നമുക്കത് 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ DCO കിട്ടി. ആംഗിൾ DCO ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ OAB ആണ്. OAB ആംഗിൾ OAB കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ആണ് ട്രയാങ്കിൾ ODCയും ട്രയാങ്കിൾ ODC സിമിലർ ടു ട്രയാങ്കിൾ OBA അല്ലെ. ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പം ഈ ODCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസ്, ആംഗിൾ O ഇത് ആംഗിൾ 55 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയാണ്? 55 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ വെച്ച് നമുക്ക് പറയാം ആംഗിൾ O എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണ്. ഇനി ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി ആണ്. ഇനി ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അതോടൊപ്പം ആംഗിൾ സിയും ആംഗിൾ എയും ഈക്വൽ ആണ്. നമുക്ക് വേണ്ടത് OAB ആണ്. അപ്പൊ ആംഗിൾ എ ആണ് നമുക്ക് വേണ്ടത്. ആംഗിൾ സി എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് 55 ഡിഗ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ആംഗിൾ എ, ആംഗിൾ OAB എന്ന് പറഞ്ഞാലും എത്ര തന്നെ ആയിരിക്കും? യെസ്, 55 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ. സിയും എയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചാണെങ്കിൽ നമുക്ക് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 55ഉം ആംഗിൾ ബി 70 ഡിഗ്രി ആണെന്നും എഴുതാം. അപ്പൊ നമുക്കിവിടെ സിമിലർ എന്നൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ സിമിലാരിറ്റി ആണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് എന്നൊരു കണ്ടീഷൻ വെച്ച് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡയഗണൽസ് AC ആൻഡ് BD ഓഫ് എ ട്രപ്പീസിയം ABCD, അതായത് ABCD എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തിന്റെ ഡയഗണൽസ് ആണ് AC-യും BD-യും. വിത്ത് AB പാരലൽ ടു CD ഇന്റർസെക്ട് അറ്റ് O, അതായത് AB എന്ന് പറയുന്നത് CD-ക്ക് പാരലൽ ആണ്. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് O. Then show that OA by OC equal to OB by OD. OA by OC equal to OB by OD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ OAയും OCയും OBയും ODയും വരുന്ന രണ്ട് ട്രയാങ്കിൾസ് എടുക്കാം. നമുക്ക് ട്രയാങ്കിൾ OABയും OCDയും എടുക്കാം അല്ലെ. OABയും OCDയും, കാരണം ഇവിടെയാണ് നമുക്ക് ODയും OB OC OA ഉള്ളത്. അപ്പൊ അത് രണ്ടും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നതൊക്കെ എഴുതാം. ഗിവൺ ABCD is a trapezium. ABCD എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയം ആണ്. ABCD is a trapezium. Then AB parallel to CD. ABCDക്ക് പാരലൽ ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് AC ഡയഗണൽസ് AC ആൻഡ് BD ഇന്റർസെക്ട് അറ്റ് O. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? യെസ്, OA by OC ഈക്വൽ ടു OB by OD. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂഫ് എടുക്കുകയാണ്. പ്രൂഫിന് വേണ്ടി
നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു, എ ഒ ബിയും സി ഒ ഡിയും. എ ഒ ബിയും സി ഒ ഡി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി. എ ഒ ബിയും സി ഒ ഡിയും നമ്മൾ എടുക്കും. നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിൾസിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറം ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഇവിടെ എയും സിയും നോക്കിക്കേ, ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ. യെസ്, ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. എന്താണ് റീസൺ? യെസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലെ. അപ്പം ആംഗിൾ എയും ആംഗിൾ സിയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ്. ഇതൊക്കെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും, ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ആർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി നോക്കി, ഈ ആംഗിൾ എ ഒ ബിയും സി ഒ ഡിയും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്, അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ നമുക്കിവിടെ മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ. ട്രയാങ്കിൾ എ ഒ ബിയിലും ട്രയാങ്കിൾ സി ഒ ഡി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പം അവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വെച്ച് ആ എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താന്ന് പറയാം? സിമിലർ ആണെന്ന് പറയാം. അപ്പൊ സിമിലർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നോക്കിയേ, നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു, എ ഒ ബിയും സി ഒ ഡിയും. നോക്കിക്കേ, ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ സി ഡിയും അല്ലെ. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ സി ഡി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നോക്കിയേ, ആംഗിൾ OBA, angle OBA equal to angle ODC. അവിടെയും റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇനി ആംഗിൾ BOA, ആംഗിൾ BOAയും ആംഗിൾ DOCയും അവർ രണ്ടുപേരും ഈക്വൽ ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഇതൊക്കെ നന്നായിട്ട് പഠിച്ചതാണ് അല്ലെ. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ രണ്ട് ട്രയാംഗിൾസിന്റെ മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിൾസ് എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് സിമിലർ ആണെന്ന് എഴുതാം. Therefore, triangle AOB similar to triangle COD. റീസൺ എന്താണ്? യെസ്, എ ക്രൈറ്റീരിയൻ, ആംഗിൾ സൈഡ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഇത് സെയിം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് നോക്കാം. ഓക്കെ, ആംഗിൾ OABയും OCDയുമാണ് അല്ലെ. OAB, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ആരാണ്? യെസ്, OB ആണ്. സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ആരാണ്? OD ആണ് അല്ലെ. അപ്പൊ അത് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ആംഗിൾ എയും ആംഗിൾ സിയും, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് OBയും ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ODയും. അതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സൈഡ്സ്. ഇതൊക്കെ ബിയും ഡിയും, ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് OA ആണ്, ഡിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് OC ആണ്. ഓക്കെ, ഇനി ആംഗിൾ O, ഈ ഓയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് AB ആണ്. AB by CD എന്ന് കിട്ടി. കാരണം നമ്മൾ എ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇതിനകത്ത് നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഏതൊക്കെയാണ്? OA by OC equal to OB by OD. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ ആണ്. കാരണം നമ്മളിത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്ന് എഴുതി അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെടുത്ത് എഴുതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ.
In the figure, QR by QS equal to QT by PR. QR by QS equal to QT by PR എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറയേണ്ട ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ PQS, ട്രയാങ്കിൾ PQSഉം TQRഉം സിമിലർ ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ സിമിലർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ക്രൈറ്റീരിയ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. ഗിവൺ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? യെസ്, QR by QS equal to QT by PR എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്? ടു പ്രൂവ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? യെസ്, ട്രയാങ്കിൾ PQS സിമിലർ ടു ട്രയാങ്കിൾ TQR. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് പ്രൂഫ് എഴുതാം. പ്രൂഫിൽ നോക്കിയേ, ഈ ട്രയാങ്കിൾ PQR നിങ്ങൾ നോക്കിയേ, PQR ഇത് മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. PQR ഒന്ന് നോക്കിക്കേ. PQRൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ക്യൂവും ആറും, അതായത് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ട്രയാങ്കിൾ PQRല് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എഴുതാം. ഈ ട്രയാങ്കിൾ PQR ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ട്രയാങ്കിളിന്റെ ഈ രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നോക്കിയേ, അപ്പൊ Q എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന PR ആണ്, ആറിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് PQ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം PR ഈക്വൽ ടു QP എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എന്താണ് അതിന്റെ റീസൺ എന്തായിരുന്നു? Yes, sides opposite to equal angles are equal. Sides opposite to equal angles are equal. നമ്മൾ കഴിഞ്ഞ വർഷം ഇതിന്റെ പ്രൂഫ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് PR ഈക്വൽ ടു QP എന്ന് എഴുതാം. അതായത് നമ്മൾ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിട്ടുണ്ട് QR by QS ഈക്വൽ ടു QT by PR എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് PR കിട്ടി, എന്താണ് QP എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഗിവൺ തന്നിട്ടുള്ളതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പം ഇക്വേഷൻ നമ്പർ 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, substitute from 1 and 2 or substitute 1 in equation number 2. equation number 1 നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് QR by QS equal to QT by PR പകരം നമുക്ക് QP എന്ന് എഴുതാലോ. ഇനി എന്തുകൊണ്ടാണ് എഴുതിയത്? PR എന്ന് പറയുന്നത് QP ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് റെസിപ്രോക്കൽ എടുക്കാം. ടേക്കിംഗ് റെസിപ്രോക്കൽ, നമ്മളിവിടെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. ടേക്കിംഗ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ തലതിരിഞ്ഞു പോകും അല്ലെ. അതായത് QS by QR ഈക്വൽ ടു QP by QT എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോക്കിയേ, QS by QR ഈക്വൽ ടു QP by QT ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് PQSഉം TQRഉം ആണ്. PQSഉം TQR. അപ്പൊ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസ് ഒന്ന് എടുക്കാം. ഈ ട്രയാങ്കിൾ PQSഉം ട്രയാങ്കിൾ PQS, ട്രയാങ്കിൾ TQR. ട്രയാങ്കിൾ PQSഉം TQRഉം എടുക്കുകയാണ്. നമുക്കൊന്ന് സെപ്പറേറ്റ് വരയ്ക്കാം. ട്രയാങ്കിൾ PQSഉം ട്രയാങ്കിൾ TQRഉം അല്ലെ. ട്രയാങ്കിൾ PQSഉം ട്രയാങ്കിൾ TQR നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ നോക്കി, ആംഗിൾ Q എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ.
ഇവിടെയും ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 1, അതായത് ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ക്യൂ, ദാറ്റ് ഈസ് കോമൺ ആണ്, കോമൺ ആംഗിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വെച്ച് നമ്മൾ റെസിപ്രോക്കൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യൂ എസ് ബൈ ക്യൂ ആർ ഈക്വൽ ടു ക്യൂ പി ബൈ ക്യൂ ടി എന്ന്, അല്ലെ? അതായത് ക്യൂ എസ് ബൈ ക്യൂ ആർ, ക്യൂ എസ് ബൈ ക്യൂ ആർ ഈക്വൽ ടു ക്യൂ പി ബൈ ക്യൂ ടി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സൈഡ്സിന്റെയും ഇടയിലുള്ള ആംഗിൾസ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ട് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണ്, അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിൾ ഈക്വൽ ആണ് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ട്രയാങ്കിൾ പി ക്യു എസ് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ എന്നെടുക്കാം. നമ്മളുടെ സിമിലാരിറ്റി SAS ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ആംഗിൾ ക്യൂ രണ്ടിടത്തും സെയിം ആണ്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സൈഡ്സ് ഇൻക്ലൂഡിങ് ഈ ആംഗിൾ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള സൈഡ്സ് ക്യൂ എസ് ബൈ ക്യൂ ആർ, ക്യൂ പി ബൈ ക്യൂ ടി. അപ്പം ഇത് രണ്ടും ഇതിന്റെ റേഷ്യോ സെയിം ആണ്, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ SAS ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ?